വാതകങ്ങൾ, നീരാവി, പൊടിപടലങ്ങൾ എന്നിവയാണ് അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ എയറോസോളുകൾ എന്ന് പറയുന്നു. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. ലംബതലത്തിൽ രണ്ടായി അറ്റ്മോസ്ഫിയറിനെ തരംതിരിക്കാം, ഹോമോസ്ഫിയർ എന്നും ഹെറ്ററോസ്ഫിയർ എന്നും. ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി ഹോമോസ്ഫിയറിനെ 4 തരംതിരിക്കുന്നു: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൗമോപരിതലത്തോട് ഏറ്റവും അടുത്തുള്ള പാളി. മേഘങ്ങളുടെ ഭൂരിഭാഗവും ട്രോപ്പോസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. സംയോജിത മേഖല എന്നും ഇത് അറിയപ്പെടുന്നു. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് മുകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഉയരം കൂടുന്തോറും ഇവിടെ ഊഷ്മാവ് കൂടുന്നു. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. അന്തരീക്ഷത്തിൽ നിന്നും 50 മുതൽ 80 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപനില ഇവിടെ കുറയുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന പാളി കൂടിയാണ് മീസോസ്ഫിയർ. ഉൽക്കാവർഷ പ്രദേശം കൂടിയാണ് മീസോസ്ഫിയർ. 80 കിലോമീറ്ററിന് മുകളിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാളിയാണ് തെർമോസ്ഫിയർ. ഇവിടെ താപനില ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏറ്റവും കുറഞ്ഞ മണ്ഡലമാണ് തെർമോസ്ഫിയർ.